ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതും എല്ലാ സ്കിൻ ടോൺകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആ 3 ഷെയ്ഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് വേറെ എടുത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് നമുക്ക് നോക്കാം. ഞാനൊരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഈ ഒരു ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വരുന്നത് പലവാൻ ഐലാൻഡ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ലിപ് ലൈനർ യൂസ് ചെയ്യാതാണെങ്കിൽ ഒരു ഫെയർ സ്കിൻ ടോണിന് മാത്രമായിരിക്കും ഇത് സ്യൂട്ട് ആവുന്നത്. പക്ഷെ ലിപ് ലൈൻ ചെയ്ത ഒരു ഡാർക്ക് ഈ ബ്രൗൺ ഷെയ്ഡ് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നതിനൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം സ്കിൻ ടോൺകാർക്കും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവും. അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഫേസസ് കാനഡയുടെ കംഫ്യൂമർ റേഞ്ചിൽ വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നെയിം വരുന്നത് നോട്ട് ടു സെൽഫ് എന്നാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് അതിന്റെ ഒരു കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഒരു മൂസ് കൺസിസ്റ്റൻസി ആണ്. ഇതിന്റെ അപ്ലൈ ചെയ്ത് നമ്മളൊരു കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും സ്മഡ്ജ് ആവില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഇതൊരു വെഡിങ് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കിയത്. ആ ഒരു ഡേ കംപ്ലീറ്റ് ഒരു ഈവനിങ് വരെ ഞങ്ങൾ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ആ ഒരു ഈവനിങ് വരെ എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൽ ഒന്നും തന്നെ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ലിപ്പിന്റെ ഇന്നർ സൈഡ് ഉണ്ടല്ലോ, അവിടുന്ന് ഒരു കുറച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കാരണം കുറച്ച് മാത്രം. എന്നാൽ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്ന വരെ നല്ല പോലെ ലോങ് ലാസ്റ്റ് ചെയ്തു. ഈ ഒരു റേഞ്ച്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ശരിക്കും വർത്തായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ലോങ് ഡേ ഫംഗ്ഷൻ ഒക്കെ വരുമ്പം യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകളിൽ ഒന്നാണ് ഇപ്പം ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഒരു ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോൺകാർക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. ഫെയർ സ്കിൻ ടോൺകാർക്ക് ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. എന്നാലും എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ്. ഞാനത് വേറെ ഇത് കാണിച്ചു തരാം. ഈ ഒരു ലിപ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡാർക്കർ ആകും. നമ്മൾക്ക് ഒരു മീഡിയം സ്കിൻ ടോൺകാർക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലവ് എർത്തിന്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ്, ഒരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതും ഒരുപോലെ എല്ലാ സ്കിൻ ടോൺകാർക്കും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഒരു മൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് വരുന്നത്. ഇതിനും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. അതൊന്ന് നമ്മുടെ സ്കിന്നിൽ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മഡ്ജ് ആവില്ല. നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക് പോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഒരു ഡേ കംപ്ലീറ്റ് നമുക്കൊരു ഇവന്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഡേ കംപ്ലീറ്റ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രണ്ട് ലിപ്സ്റ്റിക്സ് ആണ് ഇപ്പം കാണിച്ചത് രണ്ടും. അപ്പം ഇതും എല്ലാ സ്കിൻ ടോൺകാർക്കും സ്യൂട്ട് ആവും. ഇനി ഡീപ്പർ സ്കിൻ ടോൺകാർക്ക് ഇത് എന്തെങ്കിലും തരത്തിൽ വാഷ് ഔട്ട് ആണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ വാഷ് ഔട്ട് ആവേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണിത്. ഇപ്പൊ ഫെയർ സ്കിൻ ടോൺകാർക്കും സ്യൂട്ട് ആവും. ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പോകാം. ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിച്ചാൽ നമ്മൾ ഒട്ടും തന്നെ പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ, ഒരു ഇന്നർ ഏരിയയിൽ മാത്രമേ ഇത് റിമൂവ് ആയി പോകത്തുള്ളൂ. നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല രണ്ട് ലിപ്സ്റ്റിക്സ് ആണ്. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ടുകൊണ്ട് പോകാം. അപ്പം ഈ രണ്ട് ലിപ്സ്റ്റിക്ക്, ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഐറിഷ് കോഫിയാണ്.
നെക്സ്റ്റ് വരുന്നത് സ്റ്റേസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, ഷെയ്ഡ് കൊക്കോ ക്രഷ്. ഇതാണ് ലിപ്സ്റ്റിക്. ഇത് നമുക്കൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺകാർക്ക് ഡസ്കി സ്കിൻ ടോണിനും പോകും. ഇനി ഡീപ്പറിലേക്ക് പോകുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ആവണമെങ്കിൽ നമുക്കൊരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡാണിത്. അപ്പം നമുക്ക് ഈ ഒരു ലിപ് ഷെയ്ഡും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ലാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട 2 ലിപ്സ്റ്റിക്കിന്റെ അത്രയും ഒരു ലോങ് ലാസ്റ്റിംഗ് ഇതിനില്ല. എന്നാലും നമുക്കൊരു 3-4 hours എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചില്ലെങ്കിൽ അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മറ്റേത് നിൽക്കുന്ന പോലെ ഇത് നിൽക്കുന്നില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഈ ഒരു ഷെയ്ഡും കൂടെ നമുക്ക് നോക്കാം. അടിപൊളി ഷെയ്ഡാണ്.